ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ വെളുത്തുള്ളി അച്ചാറാണ്. ഒരു പ്രിസർവേറ്റീവും ഇല്ലാതെ നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്. ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നു. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മളിപ്പോൾ 250 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ട് അതിലാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു 50 ഗ്രാം വെളുത്തുള്ളി ഞാനിതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മൊരിക ഒന്നും വേണ്ട, നന്നായിട്ട് വെന്ത് വന്നാൽ മതിയാകും. തീ ഒരു മീഡിയമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ചെറുതായിട്ട് കളർ മാറുന്നുണ്ട് വെളുത്തുള്ളി. ബ്രൗണൊന്നും ആകണമെന്നില്ല, വെന്താൽ മാത്രം മതിയാകും. വീണ്ടും 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, വെളുത്തുള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇത്രയും മതിയാകും. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ചെറിയ മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. കറിവേപ്പിലയും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരയ്ക്കാനെടുത്തിട്ട് ബാക്കിയുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ഉണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഇനി മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാം, പ്രശ്നമില്ല. ഇതെല്ലാം കൂടി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നിരത്തി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു പകുതി വേവായി കിട്ടും. അത്രയും വേകണം, ഒരുപാട് വെന്തുടയണ്ട. ആ സമയത്ത് നമുക്ക് പുളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 23 ഗ്രാം ഉണ്ട്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ളതാണ്. അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്ത് വരാം. വെളുത്തുള്ളി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അടച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ വെന്ത് തുടങ്ങുന്നേ ഉള്ളൂ. വീണ്ടും നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ എണ്ണയിൽ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി പകുതി വേവായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എണ്ണയൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതിയാകും. പാത്രം നമുക്കൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. എണ്ണ ഒരു സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 15 ഗ്രാം മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ടീസ്പൂൺ കണക്കിൽ പറയുകയാണെങ്കിൽ 5.5 ടീസ്പൂൺ. ഇതധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഇത്രയും തന്നെ വേണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി ഒരുപാട് വെന്തങ്ങ് ഉടയാൻ പാടില്ല, ഒരു പാകത്തിന് മാത്രമേ വേകാവൂ. പാത്രം നേരെയാക്കി വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും, മൺചട്ടിയാണല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ പുളി എടുത്ത് വെച്ചല്ലോ നേരത്തെ, അത് പിഴിഞ്ഞ വെള്ളം 3/4 കപ്പ് വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ തന്നെ പിഴിയാൻ ശ്രദ്ധിക്കണം. അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. നമ്മൾ പ്രിസർവേറ്റീവായിട്ട് വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. പുളിക്ക് പകരം വേറെ ഒരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ തന്നെ പിഴിയാൻ ശ്രദ്ധിക്കണം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരുന്ന നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ ചാറിൻ്റെ കൂടെയും വെളുത്തുള്ളിയുടെ കൂടെയും അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് പച്ചമണമൊന്നും കാണില്ല, നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ടാണല്ലോ അരച്ചത്, അതുകൊണ്ട് ഇപ്പം ചേർത്താൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ചാറ്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
1.5 ടീസ്പൂൺ ഉപ്പ്, 10 ഗ്രാം ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർക്കാം. എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള അച്ചാറാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും മതി, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള അച്ചാറാണ് ആവശ്യം. മിക്സ് ചെയ്തു. നല്ലൊരു തിള വരട്ടെ, നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഹൈയിൽ വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. നമ്മൾ അരച്ചൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വേഗം കുറുകി കിട്ടും. ഇനി ഒരുപാട് സമയം വേണ്ട. നന്നായിട്ടൊരു തിള കൂടി വരട്ടെ. അപ്പോഴേക്കും ഈ ചാറ് നന്നായിട്ട് കുറുകി വരും. പിന്നെ തണുക്കുമ്പം ഒന്നുകൂടി കുറുകും. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. കണ്ടോ, നേരത്തെക്കാളും കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ 2 ടീസ്പൂൺ പൊടിച്ച ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നന്നായി തണുക്കുമ്പം ഒന്നും കൂടി കുറുകുന്നതായിരിക്കും. നമ്മുടെ ഹോം മെയ്ഡ് വെളുത്തുള്ളി അച്ചാർ ഒരു പ്രിസർവേറ്റീവും കൂടാതെ നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് നമുക്ക് പുറത്ത് വെച്ചേക്കാൻ പറ്റില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കാര്യം പ്രിസർവേറ്റീവ് ഒന്നുമില്ല. വെളുത്തുള്ളി അച്ചാർ പെട്ടെന്ന് കേടാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ.